nice bottle. Thank you so much. It's very. This is something. Thank How you. much? Your name? I'm Jenny. Jenny. Yeah. Okay. Thank You're you. welcome. Thanks a lot. സ്റ്റേഷനാ ആ ഡോറൊക്കെ തുറന്ന് നടന്നു നമ്മള്. യെസ് ഓ ആ ഇതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡയറക്ഷനാ നോറ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ ദിവസമാണ് ഗോതംബർഗിൽ. ഞാൻ ഇന്ന് ഒന്ന് രണ്ട് പരിപാടികളുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു മലയാളി കേരള സുഹൃത്ത് പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പുള്ളിയുടെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ കൃഷ്ണകുമാർ ബ്രദറിൻ്റെ കൂടെ ഒരു വോൾവോ ടൂറ്, വോൾവോ കമ്പനിയുടെ ഉള്ളിൽ വോൾവോ ട്രക്കുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കമ്പനിയുടെ ഉള്ളിലൊരു ടൂറുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലേ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൂറൊന്ന് കാണാം, ട്രക്കുകൾ ഉണ്ടാക്കുന്ന. അപ്പോൾ ഇന്ന് വർക്കിംഗ് അല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ടൂറുണ്ട്. ഇന്നാണ് മെയിൽ അയച്ചത്. അതിന് ഇന്ന് റെസ്പോൺസ് കിട്ടി. സാധാരണ സ്വീഡനിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു മാസം മുമ്പ് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതാണ്. ഇന്ന് രാവിലെ മെയിൽ അയച്ച് അതിന് റെസ്പോൺസ് കിട്ടി. ഇന്ന് കാണാനുള്ള ഒരു ഓപ്ഷൻ കൃഷ്ണകുമാർ പുള്ളിയാണ് ഉണ്ടാക്കിയത്. KK എന്ന് വിളിക്കും. അപ്പോൾ പുള്ളി മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ സൈക്കിളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് സൈക്കിൾ ഓടിച്ച് വന്നതാണ് ആൾ, ഇന്ന് ഇവിടെ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ, പോവുകയാണെന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് കാണാമെന്ന് പറഞ്ഞു. ഇന്ന് 1 മണിക്ക് ഒരു സ്ലോട്ട് ഉണ്ട്, അതിൽ വോൾവോ ടൂറ് നടത്താമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട്, ഇതാണ് ഞാൻ താമസിച്ച സ്ഥലം. ഇപ്പം എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തീക്ക് വരും. അത്തീക്ക് ഇന്നലെ രാത്രി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അത്തീക്കും പിന്നെ വേറൊരു കോഴിക്കോടുള്ളൊരു ഫ്രണ്ടും കൂടെ. അപ്പോൾ അവർ രാവിലെ പുട്ടും കടലയും എന്തൊക്കെയോ ഉണ്ടാക്കി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അവർ അത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് റെഡിയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ റെഡിയാണ്. ഇനി ഇവിടുന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് കേക്കൻ്റെ കൂടെ വോൾവോ ടൂറ്, പിന്നെ ചെറി ബ്ലോസം, അങ്ങനെ പറഞ്ഞ് കുറേ പരിപാടികളുണ്ട് ഇവിടെ. ഇപ്പം നല്ല അടിപൊളി കാലാവസ്ഥ ആയതുകൊണ്ട് ഇങ്ങനെ വേണ്ട. അതാ എന്നെ പിക്ക് ചെയ്യാനുള്ള വണ്ടി എത്തിയിരിക്കുന്നു. ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. അതാ എത്തിക്കതാ. കറക്റ്റ് ടൈമാണ് 10:45 എന്ന് പറഞ്ഞാൽ 10:45 ആണ്. കറക്റ്റ് ടൈമാണ് 10:45. ഇതാണ് നമ്മുടെ അത്തീക്ക്. നാട്ടിലെവിടെയാണ്? നാട്ടില് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർകാരനാണ് അത്തീക്ക്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഞാൻ സ്റ്റുഡന്റ് ആണ്. 6 മാസമായിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. എങ്ങനെ സ്വീഡൻ ഇഷ്ടപ്പെട്ടാ? സ്വീഡൻ ഇഷ്ടപ്പെട്ടു. സ്വീഡൻ അടിപൊളിയല്ലേ? നല്ല അടിപൊളിയാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി, നല്ല ക്ലിയർ ഉണ്ട്. ഈ ഒരു ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായിട്ട് വീഡിയോ കിട്ടിയത് അല്ലേ? കിട്ടില്ല ഉറപ്പാ. ഫുള്ള് ഇരുട്ടാ. എന്താ വായുണ്ട്. 3 ദിവസമായിട്ടുള്ള ഇങ്ങനത്തെ വെയില്. എന്താണ് സ്പെഷ്യല്? പുട്ടും കടലക്കറി എന്നല്ല പറഞ്ഞു. ഹായ്. ഇവിടെ ഉണ്ടാ? അല്ല, ഇന്നലെ നമ്മള് വൈകുന്നേരം കണ്ടില്ല. അല്ല, നിങ്ങളെ പോലത്തെ ഒരാളെ ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ടു. അപ്പൊ അതാ വിചാരിച്ചു. ഇന്നലെ കാണാൻ വന്നിരുന്നു. നിങ്ങളിവിടെ പാലക്കാട് എവിടെയാ സ്ഥലം? ഞാൻ ചെർപ്പളശ്ശേരി. ചെർപ്പളശ്ശേരി. ഇന്നലെ പാലക്കാടുള്ള ഒരാളെ, ആലത്തൂര്, ഏകദേശം കാണാൻ നിങ്ങളെ പോലെ തന്നെ ഉണ്ട്. അതാണ് മുടി താടിയൊക്കെ ആയിട്ട്. നമുക്കിതാ പുട്ട്, ഇതെങ്ങനെ ഈ കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? പുട്ടും കടലക്കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതില് കടല, ഇതില് പുട്ട്, രണ്ട് ഈസിയാണ്. റെഡിയുണ്ട്. ഇതെന്താ പപ്പടം? ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടാ? ആ, ഓക്കെ. ആ ഇന്ത്യൻ സ്റ്റോർ നമ്മുടെ ദീപക് ഭായിന്റെ ഓൺലൈൻ ഷോപ്പ് ഉണ്ട്.
യെസ്. ഓ ഇത് ഒന്നിച്ചുണ്ടാക്കാൻ പറ്റില്ല, കടലയും അതന്നെ. അല്ല, ഇതില് കടല ഇട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ആകുമ്പോ അതിന്റെ ഫ്ലേവർ പുട്ടിലേക്ക് ഇറങ്ങി വരുമ്പോ ഒരു രസം ഉണ്ടാവില്ല. നാട്ടിലെ പൊറോട്ട ഇത് വ്യത്യാസം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ലെയർ ആയിട്ടുള്ളല്ലോ, ലെയർ ഇല്ലാത്ത പൊറോട്ട ആണ്. ആ ഇങ്ങനെ, അത് മെയ്ഡ് ഇൻ സ്വീഡനാ? ഇതൊക്കെ എവിടുന്ന് വരുന്ന? ഓക്കെ ഓക്കെ. ഇത് ചൂടണല്ലേ? അപ്പൊ ശരി കേട്ടോ, ഓക്കെ ബൈ. പേര് ചോദിക്കാൻ വിട്ടു, ഷിഹാബ്. ഓക്കെ, ചെർപ്പുളശ്ശേരി. അപ്പൊ ശരി, നമ്മള് തിരിച്ചു പോട്ടെ. അവിടെ നമ്മുടെ കെ കാത്തു നിൽക്കുന്നുണ്ട്. ഫൈന് വന്നിട്ടുണ്ടോന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഓക്കെ, അപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഉള്ളത് KKൻ്റെ കൂടെയാണ്. KKനെ കൊണ്ട് 1-2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നത്? ആദ്യം നമ്മൾ റാംബർഗെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലത്ത് പോകണേ. അതൊരു ഹയസ്റ്റ് പോയിന്റ് ആണ്, ഫിസിക്കലി നാച്ചുറലി ഹയസ്റ്റ് പോയിന്റ് ഇൻ ഗോത്തൻബർഗ്. അപ്പോൾ അവിടെ നിന്ന് മൊത്തത്തിലൊരു വ്യൂ കാണാൻ പറ്റും ഗോത്തൻബർഗിൻ്റെ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോൾവോ ട്രക്കിൻ്റെ മെയിൻ പ്ലാന്റ് ആണ്. ഐ മീൻ സ്വീഡനാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വോൾവോ ട്രക്കിൻ്റെ. അപ്പോൾ അവരുടെ മെയിൻ പ്ലാന്റ് തുവേ പ്ലാന്റ് എന്ന് പറയും. അവിടെയാണ് അവരുടെ മെയിൻ ട്രക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു വിസിറ്റ് നടത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ചോദിച്ചു നോക്കുക കേട്ടോ അവിടുത്തെ. ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പറയാ, ഞാനിങ്ങനെ ഇന്ത്യയിൽ നിന്നാണ്, ഇങ്ങനെ ഈ ഒരു മിഷനിലാണ്. അപ്പോൾ അവർ ചിലപ്പോൾ അലോ ചെയ്യുമായിരിക്കും. ഓക്കെ ഓക്കെ. ഇതാണ് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും ഹയസ്റ്റ് ടവർ. ഇതിപ്പോ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടേ ഉള്ളൂ. ടോറെറ്റ് എന്ന് പറയും. നമ്പർ ഓഫ് ഫ്ലോർസ് അറിയത്തില്ല, ബട്ട് 220 മീറ്റർ അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ്. ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ടോ? ജർമ്മനിയിലൊക്കെ 70 ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ 70. ഇത് മെയിൻ ഹൈവേ അല്ല, അപ്പോൾ ഇതിൽ 70 ആണ്. ഇഷ്ടംപോലെ ആളുകൾ നടക്കുകയും സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എക്സാക്ട്ലി. ഇത് ബിക്കോസ് വോൾവോയിനടുത്തായിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ടാവും. കൊള്ളാലോ. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് നമ്മൾ മാത്രമേ ആകെ 2 കാറേ ഉള്ളൂ, ബാക്കിയെല്ലാവരും മേളിൽ വെച്ചിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ. അപ്പോൾ ഇതാണ് ഗോത്തൻബർഗ് ടൗൺ അല്ലേ? ഏത് റെഡോ? റെഡ് ബിൽഡിങ്. ഇതെല്ലാം വോൾവോ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിൽഡിംഗ് കെട്ടുന്നൊക്കെ വോൾവോ, അതെല്ലാം വോൾവോ ഇത് കണ്ടില്ലേ ഫ്രണ്ടിൽ? ആ ഓക്കെ ഓക്കെ. ആ ലോഗോ അവിടെ കാണുന്നുണ്ട്. ഗ്രൂപ്പ് കിട്ടും. ഞാൻ പറഞ്ഞ കാർസിൻ്റെ അല്ല, അതിന് വേറെ സ്ഥലത്താണ്. വോൾവോ കാർസ് എവിടെ? അത് കുറച്ച് മാറിയിട്ടാണ്. പിന്നെ ഇവിടെ ഇതൊരു ഐലൻഡ് പോലെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലമേ. ഈ ഏരിയ ഫുള്ള് ഹിസിങ്ങൻ എന്ന് പറയും. അപ്പോൾ ഒരു റിവറുണ്ട്, അത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സൈഡിൽ കൂടെ കടലിൽ പോയി ചേരും. അതുകൊണ്ടാണ് ഇന്നലെ എനിക്കൊരു റൊട്ടേറ്റിംഗ് ബ്രിഡ്ജ് കിട്ടി. ഞാൻ ഇന്നലെ വരുമ്പോൾ ബ്രിഡ്ജ് ഇങ്ങനെ ഒരെണ്ണം
അവിടെ നിന്നുള്ള ഷിപ്പ് ഡെൻമാർക്കിലോട്ട് അവിടെ കണ്ടില്ലേ സ്റ്റെനാ ലൈൻ എന്നിരിക്കുന്നത് അവിടെ ഒരു ഷിപ്പ്, അത് ഒരു ടെർമിനലാണ്. അത് ഡെൻമാർക്കിൽ പോകും, അത് കീലിൽ പോകും. അത് കിയലിൽ പോകും. ഓക്കെ, ഞാനത് ഓസ്ലോന്ന് കിയലിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഷിപ്പ് ഇവിടെ ടച്ച് ചെയ്തിട്ടാണോ പോവല്ല, അവിടുന്ന് എടുത്താൽ നേരെ ഇങ്ങോട്ടായി. ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് ഫെറി അല്ലേ നമ്മള് ആക്ച്വലി അത്യാവശ്യം വലിയ ഷിപ്പാണ്. അതിനകത്ത് ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോകുന്നത് രാത്രി ക്യാബിനൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് ഉറങ്ങിയിട്ട് പോകുന്നു. കാർ പാർക്ക് ചെയ്യുന്നു, മേളിൽ കയറുന്നു, കയറുന്നു. അത് കാറ് കയറ്റാനുള്ള വഴിയൊക്കെ കുറേ കാണുന്നു. പിന്നെ ഇവർക്ക് ഉണ്ട് ഒരു വലിയ ക്രെയിൻ കണ്ടില്ലേ, റെഡ് ക്രെയിൻ. ഗോതൻബർഗ് പണ്ട് ഫേമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് സെൻ്റർ ആയിരുന്നു. അപ്പോൾ പക്ഷേ കുറേ കാലം കഴിഞ്ഞ ഒരു 20th സെഞ്ച്വറി ആയപ്പോൾ ഭയങ്കര കോസ്റ്റായി ഇവിടെ. അപ്പോൾ ഇവിടെ ഷിപ്പ് ബിൽഡ് ചെയ്യണത് കോസ്റ്റ് എഫക്റ്റീവ് അല്ലാണ്ടായപ്പോൾ അവിടുന്ന് അവർ ഈ ചൈനയിലൊക്കെ ഒട്ടും മാറിയില്ലേ, അപ്പോൾ ഇത് കുറച്ച് താണു തുടങ്ങി. ഓക്കെ ഓക്കെ. അപ്പോൾ പക്ഷെ അത് സ്റ്റിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യണതാണ് ഒരു ഒരു ഹിസ്റ്ററി അല്ലേ. ഓക്കെ, അത് ഹിസ്റ്ററി മെയിൻറ്റെയിൻ. ആ ബ്രിഡ്ജിന്റെ പേരെന്താ? അവിടെ ഒരു ബ്രിഡ്ജ് ആണല്ലോ, വലിയ തൂക്കുപാലം, ഹാങ്ങിങ് ബ്രിഡ്ജ്. അത് രണ്ട് ഐലൻഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന. ഇത് മെയിൻലാൻഡ്, അത് മെയിൻലാൻഡാണ്, ഇത് ഐലൻഡ് പോലെ. ഇത് ഐലൻഡ്. ഈ സിറ്റി ഈ ഒരു ഏരിയയിലാണ് സിറ്റി വരുന്നത്. അതിന്റെ ബാക്കോട്ടുള്ളത് ഈ സൈഡും കുറച്ച് അപ്പുറത്തേക്ക്. ആ, ചെറിയൊരു ഇടയ്ക്ക് ഗ്രോ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഇവിടെ വരുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ബിൽഡിംഗ് മേ ബി ഒരു 10-20-15 നില കെട്ടിടമായിരിക്കും, മനസ്സിലായില്ലേ. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിൽ ഒത്തിരി ഹൈ റൈസ് ബിൽഡിംഗ് വന്നു. അതിന് മുന്നേ ഒരു അത്യാവശ്യം ഒരു കാം, ഇപ്പോൾ കുറച്ചുകൂടെ റഷ് സിറ്റിയായി മാറി അത്യാവശ്യം. പക്ഷെ കാറുകളൊക്കെ കുറവായില്ല, നമുക്ക് റോഡിലൊക്കെ കാറുകൾ കുറവാണ്. സ്റ്റിൽ കുറവാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്വീഡൻ മൊത്തത്തിൽ കുറവാനല്ലേ. അതെ അതെ. ഇവിടെ ആ ഫെറിയൊക്കെ ഇലക്ട്രിക് അല്ലേ? ഫെറി ഇലക്ട്രിക് അല്ല, പക്ഷെ അതാണ് അതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവര്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പുട്ട്ഗാർഡന് ഡെൻമാർക്കിലേക്കുള്ള ഫെറി ഇലക്ട്രിക് ആണ്. എനിക്ക് തോന്നുന്നു അവര് ഭയങ്കര സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ആണ്. ഇൻ ജനറൽ സിറ്റി സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ആണ്. അവർ എല്ലാത്തിലും നോക്കും. അപ്പോൾ പർച്ചേസ്, അവരുടെ പബ്ലിക് പർച്ചേസിലൊക്കെ അത് നോക്കും. പിന്നെ ഇപ്പം ഇവിടെ ഉള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ആണ്. അവിടെ ഒരു ഫെറി കണ്ടില്ലേ, അതൊരു ഇതിൽ പോകുന്നത്, അത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതൊരു ഫെറി സിസ്റ്റമാണ്. അത് ഇലക്ട്രിക് ആക്കിയിട്ടുണ്ട് അവർ. പിന്നെ 90% മേ ബി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ 90% ബസ്സും ഇലക്ട്രിക് ബസ്സേ ഇറക്കുന്നുണ്ട്. അത് ഡിമാൻഡാണ് സിറ്റിയുടെ സൈഡിൽ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെപ്പോഴും ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. ടോപ്പ് പോയിന്റിലാണുള്ളത്, വ്യൂ പോയിന്റ്. കുറച്ച് കാലത്തിന് മുന്നേ ഹയസ്റ്റ് പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ കുറേ ബിൽഡിംഗ് ഒക്കെ ഇതേപോലത്തെ ബിൽഡിംഗ് ഒക്കെ അതായി. ഇതിലെന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഡയറക്ഷനാ. പല സാധനം നോറ് ഈ സൈഡിലുള്ള തോഷിലാണ് ആ സൈഡിലോട്ടായിരുന്നു കുറേ ഐലൻഡ് കോൺസ്റ്റലേഷൻസ് ഉള്ളത്. അവിടെ ആൾക്കാർ താമസിക്കലുണ്ട്. അങ്ങോട്ട് ഫെറി സർവീസ് ഉണ്ട്. അതിൽ ഏറ്റവും എൻഡിലത്തെ ഐലൻഡാണ് വിലങ്ക. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതിലെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് കിസിംഗ് സ്പോൺ എന്ന് പറയും. അപ്പോൾ രണ്ട് മെയിൻ ബ്രിഡ്ജാണ്. അവിടെ ഒരു ബ്രിഡ്ജാണുള്ളത്. Volvo Group.
നമ്മളിതാ വോൾവോൻ്റെ മെയിൻ സംഭവം കാണാൻ പോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വോൾവോൻ്റെ ബസ്സാണെന്നൊക്കെ ചെറുപ്പത്തിൽ പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. അതിലാണ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ. ആക്ച്വലി വോൾവോ ഗ്രൂപ്പിന് ബസ് ഒരു 20% ഉള്ളു കേട്ടോ ബിസിനസ്, അല്ലെങ്കിൽ ഒരു 15%. അവരുടെ മെയിൻ ബിസിനസ് പൈസ വരുന്നത് ട്രക്കിൽ നിന്നാണ്. അത് വോൾവോ ഗ്രൂപ്പിനകത്ത് വോൾവോ ട്രക്ക് മാത്രമല്ല, റെനോ ട്രക്ക് ഉണ്ട്. ഇതെല്ലാം ഇവർ ഓൺ ചെയ്യുന്നതാണ്. റെനോ ട്രക്ക് എന്ന് വെച്ചാൽ റെനോ ഇല്ലേ, റെനോ കാർ ഇല്ലേ, റെനോ കാർ. റെനോ ട്രക്ക് പിന്നെ വോൾവോ ഗ്രൂപ്പിന്റെ പാർട്ടാണ്. 100% ഓൺ ബൈ വോൾവോ ഗ്രൂപ്പാണ്. പിന്നെ ഇതാണ് എൻ്റെ ഓഫീസ് കേട്ടോ. ഈ സൈഡ് ഇത് വോൾവോ ബസ്സിന്റെയും വോൾവോ പെൻഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിന്റെ എഞ്ചിൻ ഉണ്ടാക്കുന്നവര്, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതാണ്. ഞാൻ ഇരിക്കുന്ന ഈ ഓഫീസിലാണ്. വോൾവോ ബസ്സസ് ഇവിടെ എഴുതി വെച്ചാണ്. വോൾവോ പെൻറ്റ. എന്താ ബ്രിഡ്ജിന്റെ മുകളിൽ നിർത്തിയിട്ട് സ്റ്റേഷനാ? ഡോറൊക്കെ തുറന്ന് നടന്നു. അതോ അത് ട്രാം അതന്നെ, അതൊരു സ്റ്റേഷൻ ബ്രിഡ്ജിന്റെ നേരെ മുകളിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം ഇതാണ് വോൾവോയുടെ ട്രക്കിൻ്റെ സ്ഥലം. ഇത് സെക്യൂരിറ്റി അല്ലേ? കാരണം അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഉള്ളിൽ കയറിയാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. എനിക്കെന്തായാലും കാണാം. നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചോദിച്ചു നോക്കാം, സ്പെഷ്യൽ റിക്വസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. ഇതിവിടെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇതാണ്. മേ ടേക്ക് ഫോട്ടോസ് ഇൻ ദ ടു-വേ പ്ലാന്റ്? യെസ്, നോ, ഓൺലി വിത്ത് സ്പെഷ്യൽ പെർമിഷൻ. ഇതെന്താ രണ്ട് ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഏതാ ആൻസർ? ഇവിടെ ഒരു കോഫി മെഷീൻ ഉണ്ട്. അതിൽ നിന്ന് ഒരു കോഫിയൊക്കെ എടുത്തു. ആർക്കും എടുക്കാം. പിന്നെ ഇവിടെ ഒരു സ്ക്രീനിൽ വോൾവോയുടെ ഒന്നും കാണുന്നില്ല അല്ലേ, ലൈറ്റ് അടിച്ചിട്ട്. Start this tour, I do need to mention that there will be absolutely behind these cabs we have robots. Ta-da! For real, these are the only ones we have. The rest of the truck is hand-made. Name above the country abbreviation. So engine armor here for Slovakia, then you have one for Chile and South Africa again. Now at the end of that assembly line, where that assembly goes from the left and out to the right, that's quite an odd layout of an assembly. The reason why it looks like this is that the cab trim assembly moved from Umeå down here to Tuve in 2015. When we moved it down here, we had to make room for this, so we rearranged everything upside down. So here in front of us, they will lift the chassis, they turn it around, and the chassis will then have the Aussie corner down here. You might spot the flag down there. Complete functional test of the whole truck. If you have a fire truck again on the right hand side, one with a wooden hitch. And here we have trucks for Kazakhstan as well, I see. Take it extra slow, Ula. Yeah, good. ടൂറ്, പക്ഷേ വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡ്. എന്നാലും ഞാൻ ചെറിയ ക്ലിപ്പ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ ഇവിടെ ഇരുന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു തരും. ഇങ്ങനെയാണ് ടൂറ്. ട്രെയിൻ, നോട്ട് ട്രാക്ക്. ഇത് ആക്ച്വലി ഇതൊരു ട്രെയിനാണ്.
ട്രെയിനിൻ്റെ ഫ്രണ്ടാണ് ട്രക്ക് മോഡൽ, അവരുടെ വോൾവോ ട്രക്കിൻ്റെ മോഡലുള്ളൊരു We repainted that one in 14. Yeah, it's still the colour. Yeah. You're still doing the same. ഇതാണ് ട്രെയിനിൻ്റെ ഡോർ 1 2 3. ഓ നൈസ് ബോട്ടിൽ, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് വെരി This is something. താങ്ക് യു. യുവർ നെയിം? I'm Jenny. ജെനി. Yeah. ഓക്കെ, താങ്ക് യു. welcome. താങ്ക്സ് എ ലോട്ട്. ഒരു അടിപൊളി Always use ബോക്സ്. an extra water bottle. Yes, of course. It's a Volvo, well-known brand. Thank you so much. Your name? Ola. My name Faiz. Okay, nice to meet you. Okay, bye. അപ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ട്രക്ക് ഉണ്ടാക്കുന്നതും ട്രക്കിൻ്റെ ഓരോ പാർട്സും. ആക്ച്വലി അസംബ്ലി, ഈ ഒരു ട്രക്ക് അസംബിൾ ചെയ്തിട്ട് ഉണ്ടാക്കാൻ 6 hours ആണ് ഇവരെടുക്കുക. 6 മണിക്കൂറാണ് ഒരു ട്രക്കിൻ്റെ പാർട്സൊക്കെ അസംബിൾ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു ദിവസം 93 ട്രക്സാണ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് അവരുണ്ടാക്കുന്നത്. ഒരു ദിവസം 93 ട്രക്സ്. അത് ഡിഫറെൻറ്റ് കൈൻഡ് ഫയറിനുള്ളതുണ്ട്, പല രാജ്യത്തേക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഇലക്ട്രിക് ഉണ്ട്, CNG ഉണ്ട്, ഡീസൽ ഉണ്ട്, അങ്ങനെ പല ഡിഫറെൻറ്റ് വേരിയൻ്റ് ഓഫ് ട്രക്സ് അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും സ്വീഡനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൂറ് യൂസ് ചെയ്യുക. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ്.